വലിയ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിൻ്റെ യുദ്ധവരിയിൽ പ്രതിഷേധിച്ചത് സ്വന്തം മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രി തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് യോവ് ഗാലന്റ് തുറന്നടിച്ചത്. ഗാലന്റിനെ പുറത്താക്കിയാണ് യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത്. 4 ചുറ്റും ശത്രുക്കളാണ് ഇസ്രായേലിന്. ജനങ്ങൾ മാത്രമല്ല, പ്രധാനമന്ത്രിയും ഭീതിയിലാണ്. കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെ നെതന്യാഹു കഴിയുന്നത് ബങ്കറിലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ഭൂഗർഭ അറയിലാണ് പ്രധാനമന്ത്രി ദൈനംദിന യോഗങ്ങൾ ഉൾപ്പെടെ ചേരുന്നതെന്നാണ് ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹുവിന് ഡ്രോണാക്രമണ ഭീഷണിയുണ്ട്. അതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രി ബങ്കറിൽ കഴിയുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ മുകൾ നിലയിലുള്ള മുറിയിലാണ് സാധാരണ യോഗങ്ങൾ ചേരാറുള്ളത്. ഇതാണിപ്പോൾ ഭൂഗർഭ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്ന് ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഫീസിലുണ്ടാകുമ്പോൾ ഭൂരിഭാഗം സമയവും നെതന്യാഹു ഇവിടെ തന്നെയാണ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇവിടെ സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അതുപോലെ കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയരുതെന്നും നെതന്യാഹുവിനോട് സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പലയിടങ്ങളിലായി മാറി മാറി കഴിയാനും സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നുണ്ട്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മകൻ അവ്നറിൻ്റെ വിവാഹം നീട്ടിവെക്കാൻ നെതന്യാഹു ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒക്ടോബർ 25-ന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയും നെതന്യാഹുവും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി മുന്നിൽ കണ്ടായിരുന്നു നീക്കം. ആക്രമണ സമയത്തെല്ലാം ഭൂഗർഭ അറയിലെ ബങ്കറുകളിലാണ് ഇരുവരും കഴിഞ്ഞതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 1 ഇസ്രായേൽ തീരനഗരമായ സിസേറിയയിലെ നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിയിൽ ഹിസ്ബുള്ള ഡ്രോണാക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിനെ അമ്പരപ്പിച്ച ഞെട്ടിപ്പിച്ച ആക്രമണമായിരുന്നു അത്. ഒക്ടോബർ 13-നായിരുന്നു ഹിസ്ബുള്ളയുടെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. ലെബനനിൽ നിന്ന് 70 കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ഡ്രോണുകൾ നെതന്യാഹുവിൻ്റെ വസതിയിലെത്തിയത്. ഈ സമയത്ത് നഗരത്തിലെ അപായ സഹകരണങ്ങളൊന്നും പ്രവർത്തിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ വസതിയിൽ ഡ്രോണാക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷവും ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ, റോക്കറ്റ് ആക്രമണങ്ങൾ ഹിസ്ബുള്ള തുടരുകയാണ്. ടെലവീവിലെ സൈനിക താവളങ്ങളും പ്രധാന വിമാനത്താവളം ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഹൂതികളും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതേസമയം ഏത് സമയവും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. അടുത്തിടെ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വടക്കൻ ഇസ്രായേലിലെ മെറ്റൂലയിൽ നെതന്യാഹുവിൻ്റെ സന്ദർശനത്തിന് തൊട്ടു മുമ്പ് ഡ്രോൺ ആക്രമണം നടന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഹിസ്ബുള്ള ആക്രമണം ശക്തമായ മേഖലയിലാണ് സംഭവം നടന്നത്. ഇതേ തുടർന്ന് നെതന്യാഹു യാത്ര റദ്ദാക്കി മടങ്ങിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നെതന്യാഹുവിനെതിരെ സുരക്ഷാ ഭീഷണി ശക്തമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിക്കായി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. നിലവിൽ സർക്കാർ യോഗങ്ങളെല്ലാം പലയിടങ്ങളിലാണ് നടക്കുന്നത്. നെതന്യാഹുവിനെ കാണാനെത്തുന്നവർ പോലും ഭൂഗർഭ അറയിലെ മുറിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.